അത് വാൽപ്പാറ അത്ര ഭീതിജനകമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല. വളരെ ശാന്തമായിട്ട് മൃഗങ്ങളും മനുഷ്യനും ഒരു കുഴപ്പമില്ലാതെ സംഘർഷങ്ങളില്ലാതെ കഴിഞ്ഞ ഒരു സ്ഥലമാണ് വാൽപ്പാറ. ആനാക്രമണം ഉണ്ടാവാറില്ല. കാരണം അത് തമിഴ്നാട് ഫോറസ്റ്റ് വകുപ്പ് വളരെ കാര്യക്ഷമമായിട്ട് അവിടെ പ്രവർത്തിച്ചു വന്നു. അതായത് ആനകളെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവിടെ. പുലിയുടെ കാര്യത്തില് ഇപ്പൊ രണ്ടാമത്തെ ആളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇപ്പൊ പുലി എന്ന് പറയുന്ന ജീവി നിങ്ങൾക്ക് അങ്ങനെ പ്രകോപിപ്പിച്ചിട്ടല്ല, അത് ഭക്ഷണത്തിന് വേണ്ടി ഇപ്പൊ രണ്ടുപേരെയാണ് ഈ വർഷം വേട്ടയാടിയിരിക്കുന്നത് വാൽപ്പാറയിൽ. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഇത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഒരു ഗൈഡ് ലൈൻസ് വരെയുണ്ട്. ഈ പുലി, കടുവ എന്നീ പറയുന്ന ജീവികൾ ഏതെങ്കിലും കന്നുകാലികളെ ഒക്കെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ജഡം അവിടെ തന്നെ ഇട്ടോളണം. പിറ്റേ ദിവസം അത് ഒന്നിച്ച് ഭക്ഷിക്കില്ല. പുലി വലിച്ചു കൊണ്ടുപോകും, കടുവ വലിച്ചു കൊണ്ടുപോകില്ല. അപ്പോൾ ഈ പുലിയോ കടിയോ വലിയ ജീവിയാണെന്നുണ്ടെങ്കിൽ അത് വരില്ല. വീണ്ടും പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വലിച്ചു കൊണ്ടുപോകുന്നില്ല. പക്ഷെ ആ ജഡം അവിടെ ഇട്ടോളണം. അതിന് ഇവിടെ സാധാരണ സംഭവിക്കുന്നത് അപ്പോഴത്തേക്കും ഈ ഒരു ആക്രമണം വരും, അതിന് ഓടിക്കും. അപ്പോൾ ജീവി മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് കോമ്പൻസേഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജീവിയെ അവിടെ ഇടുക. കാരണം അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ ഭക്ഷണം കഴിച്ചു പോകണം. അത് മുഴുവനായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വരും. അപ്പൊ അവിടെ 144 പ്രഖ്യാപിച്ചോളണം. ആ ജീവിക്ക് ഭക്ഷണം കൊടുത്ത് തിരിച്ച് കാട്ടിലേക്ക് കയറി പോകണം. അവിടെ 144 പ്രഖ്യാപിക്കുന്നത് ആ ജീവി കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു പോകണം, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകണം. അല്ലെങ്കിൽ വരാൻ പോകുന്നത് അത് മനുഷ്യനായിരിക്കും ആക്രമിക്കുക. നിങ്ങൾ ഇപ്പൊ സാധാരണ കേരളത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ എല്ലായിടത്തും തന്നെ നടക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ജീവിയുടെ ആടിനെയോ പശുവിനെയോ ഒക്കെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ജഡം എടുത്ത് സമരം ചെയ്യുക, നേരെ നാഷണൽ ഹൈവേയിലേക്ക് പോവുക, ഉപരോധം ഏർപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് അത് ഫോറസ്റ്റ് വകുപ്പിന്റെ വണ്ടിയുടെ മൂടി കെട്ടി തൂക്കുക. ഇതൊക്കെ ഉണ്ടാക്കുന്ന ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഈ മനുഷ്യജീവനുകളിലേക്ക് എടുക്കുന്നത് സാധാരണ രീതിയിൽ. കാരണം ഈ കുട്ടിയെ ആക്രമിക്കുന്നതിന് മുമ്പ് എത്രയോ കന്നുകാലികളും ആടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പുലി എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അടുത്ത് വരെ എത്തിയത് എന്നുള്ളതാണ് അവിടെ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ചോദ്യം. അതായത് മിറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുലിക്ക് വേറെ ഇരകൾ അതിന്റെ ഇടയിലുണ്ടായിരുന്നു. അത് എവിടെയൊക്കെ ആ ലിങ്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടാകണം ഏതെങ്കിലും ഭാഗത്തു നിന്ന്. അപ്പൊ ഈ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബേസിക്, അതായത് ഇത് കേരളത്തിൽ കൂട്ടമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബേസ് മെയിൻ ആയിട്ടുള്ളത് വൈൽഡ് ബോൾസ്, കാട്ടുപന്നികൾ. അതിനെ മുഴുവൻ ഓൾമോസ്റ്റ് കൊന്നൊടുക്കി കഴിഞ്ഞു. പിന്നെ ഈ കാട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, വെടിയൊച്ചകൾ, കാര്യങ്ങളൊക്കെ ഈ കാട്ടിനകത്ത് ഉള്ള ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഓടി പുറത്തേക്ക് പോകും. അപ്പൊ ഇന്നാള് ഈ മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു കാടിനകത്ത് എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതാണ് ഈ കാട്ടുജീവികളെല്ലാം വെടിയേറ്റിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ആനകളുടെ ഒക്കെ ദേഹത്ത്, മുരുവാലന്റെ ദേഹത്ത് 20 കൂടുതൽ പെല്ലറ്റ്, PT7ന്റെ ദേഹത്ത് 15 പെല്ലറ്റ്, ഇവിടെ മരിച്ച ചില പുലികളുടെ ഒരു കോഴിക്കോട്ടിൽ വീണ് വയനാട്ടിൽ മരിച്ച പുലിയുടെ ദേഹത്ത് 2 പെല്ലറ്റ്. അങ്ങനെ ഈ ഇത്രയധികം പെല്ലറ്റ് ഇതിന്റെ ദേഹത്ത് അടിച്ച് കയറ്റുന്നത് എന്തിനാണ്? അത് അക്രമാസക്തമാക്കുക എന്ന് എന്തോ ഒരു ഗൂഢലക്ഷ്യം. അത് മന്ത്രിക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തിനാണ്? പിന്നെ ഇവിടെ തണ്ണീർക്കൊമ്പന്റെ ദേഹത്ത് 20 പെല്ലറ്റ്, ഈ ആനകളുടെ ദേഹത്ത്, പുലികളുടെ ദേഹത്ത്, കടുവകളുടെ ദേഹത്ത്, അങ്ങനെ ഒരു കാട്ടുപോത്തായിരുന്നു 2 പേരെ പത്തനംതിട്ടയിൽ കൊന്നത്. അപ്പൊ ഈ ആരാണ് ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്? എന്തിനാണ് അവരുടെ ലക്ഷ്യം? അതായത് ഇവിടെ ഒരു മരണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ ബില്ലി എന്ന് പറയുന്ന ആളെ കാട്ടാനക്കുത്തി ആദിവാസിയാണ്. ഈ വർഷത്തെ 16ാമത്തെ ആദിവാസിയാണ്. 21 പേരെ ഇതുവരെ കൊന്നു കഴിഞ്ഞു ആന. കഴിഞ്ഞ വർഷം ആകെ 20 പേരെ കൊന്ന സ്ഥാനത്താണ് ഈ വർഷം 21 പേരെ 6 മാസം തികച്ചിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു ചാകര കിട്ടുകയാണ്, ഒരു രാഷ്ട്രീയ ലക്ഷ്യം. ഇപ്പൊ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഈ ചാകര കൊയ്ത്ത്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്, കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവര് വന്യജീവികളെ കൊല്ലാനായിട്ടും വലിയ ജീവികളെ കൊല്ലാൻ എന്തുകൊണ്ട് അത് കാടിറങ്ങുന്നു എന്നൊക്കെ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് 6 വർഷം കോടതിയിൽ വച്ചിട്ടുണ്ട്. പല കേസുകളിലും ഇന്നതാണ് കാരണങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ നിരത്തി വച്ചിട്ടുണ്ട്. ഇവരറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. CAG റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അസംബ്ലിയിൽ വെച്ചിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 29.66% കേരളത്തിലെ വൻ
ഫോറസ്റ്റ് ഏരിയ ഉണ്ടെങ്കിൽ 21.5% ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ട് ഈ കാട് റെസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നില്ല? ഈ ജീവികൾക്ക് ഭക്ഷണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇതേവരെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അവർ ചില ആറാത്തികൾക്ക് പുതിയ ആയുധങ്ങള്, AI സംവിധാനം, ആനകൾ വരുന്നുണ്ടോ, വന്യജീവികൾ പുറത്തിറങ്ങുന്നുണ്ടോ എന്നറിയാനായിട്ട് ആ AI സംവിധാനം ഒക്കെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഈ AI സംവിധാനത്തിൽ നിന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളമോ ഒരു നേരത്തെ ഭക്ഷണമോ ഒരു പുൽക്കൊടിയോ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഇത് ജീവികൾക്ക് കഴിക്കാൻ. അത് ഭൂമിയിൽ തന്നെ ഉണ്ടാവേണ്ട സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് RRTക്ക് ഗണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ ഈ ബില്ലി എന്ന് പറയുന്ന ആള് കൂൺ ഭരിക്കാനായിട്ട് കാട്ടിൽ, ഇവരൊക്കെ നൂറ്റാണ്ടുകളായിട്ട് കാട്ടിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹം ഇത്രയേറെ ഭീഷണി, വന്യജീവികളുടെ ഭീഷണി നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവികൾ മനുഷ്യന് നേരെ തിരിഞ്ഞിരിക്കുന്നു. മനുഷ്യന് നേരെ തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊന്നും മനുഷ്യന് നേരെ തിരിയില്ല. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊന്നും ഒരു ജീവിയും കാടിറങ്ങില്ല. കാടിറങ്ങിയ ജീവികൾ കാട്ടിനകത്തേക്ക് പോവുകയുള്ളൂ. കാരണം അവിടെയാണല്ലോ തണുപ്പ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കള്ളക്കണക്കുകളും ഈ കാൽപ്പനികമായിട്ടുള്ള സിദ്ധാന്തങ്ങളൊക്കെ പടച്ചുവിട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് വോട്ടാക്കി മാറ്റുക എന്ന ഒരു ഭരണ തന്ത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു മാസത്തിനകം 2 പ്രാവശ്യമാണ് കാട്ടുപന്നികളെ ശുദ്ധജീവിയാക്കി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം തള്ളി, ഇപ്പൊ വീണ്ടും പോയിട്ടുണ്ട്. 2011 പോയി. എല്ലാ വർഷവും ഇത് ഒരു ചടങ്ങായിട്ട് അത് നടക്കൂല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇത് ഒരു തന്ത്രമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഇവർ തന്നെ ഉണ്ടാക്കിയ ഇഷ്യൂ, അവർ തന്നെ അതിന് പരിഹാരം, അവരുടെ പരിഹാരം എന്താ? വന്യജീവി നിയമം പൊളിച്ചെഴുതുക. വന്യജീവി നിയമത്തിന് ഒരു കുഴപ്പമില്ല. നല്ല ലോകത്തെക്കുറിച്ചും വന്യജീവികളെ കുറിച്ചും ഫോറസ്റ്റിനെ കുറിച്ചൊക്കെ നഗാധമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഇന്ദിരാഗാന്ധിയാണ്, അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ നെഹ്റു, ഇവരൊക്കെ ഈ വന്യജീവികളുടെ ഫോറസ്റ്റിന്റെ ഒക്കെ നിലനിൽപ്പ്, നാളത്തെ ജനത ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനെയൊക്കെ വെല്ലുവിളിക്കുക ഇന്ദിരാഗാന്ധിയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. വന്യജീവി സംരക്ഷണ നിയമം അല്ലെങ്കിൽ അത് മുഴുവൻ നമുക്ക് വെട്ടി ഇതിനൊക്കെ കൊന്നൊടുക്കാമായിരുന്നു. അങ്ങനെ ഉള്ള, അതായത് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളും എന്തിനാണ് കാട്, എന്തിനാണ് വനം, എന്തിനാണ് വന്യജീവികൾ എന്നൊക്കെ നമ്മൾ കൊച്ചുകുട്ടികൾ പോലും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചിന്താഗതിയെ പോലും മാറ്റിമറിക്കാനുള്ള തന്ത്രങ്ങളാണ്, രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇവിടെ മെനയുന്നത്. ഇന്നേ വരെ ഒരു എന്തെങ്കിലും ഒരു പദ്ധതി ഈ ജീവികൾ പുറത്തിറങ്ങാതിരിക്കാനോ ഈ ജീവികൾ മനുഷ്യനെ ആക്രമിക്കാതിരിക്കാനോ ചെയ്തിട്ടില്ല. അവരെ കൂടുതൽ പ്രക്ഷുബ്ധരാക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. വാൾപ്പാറ തമിഴ്നാട്ടിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വാൾപ്പാറ കേരളത്തിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ഭൂഭാഗമാണ്. കേരളത്തിൽ നിന്നുള്ള ജീവികളാണ് അവിടെയും എത്തുന്നത്. ആനമല ടൈഗർ റിസർവും ഈ ഇവിടെ പറമ്പിക്കുളം ടൈഗർ റിസർവും ഒന്ന് തന്നെയാണ്. ഒരേ അത് ബോർഡർ, തമിഴ്നാട് കേരളം എന്നീ ബോർഡറുകൾ തിരിയുന്നു എന്ന് മാത്രമുള്ളൂ. അത് പ്രൊജക്ട് ടൈഗറിന്റെ കീഴിൽ ആനമല പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന പേരായിരുന്നു. കാരണം ഒറ്റയായിരുന്നു. അത് തന്നെ, അതായത് ഇവിടെ ജനങ്ങളെ പൊട്ടനാക്കാതെ അത് നമ്മൾ തന്നെ ഇത് വെച്ചിട്ടുണ്ട്, കോടതികളിൽ വെച്ചിട്ടുണ്ട്. ഈ സർക്കാരിന് തന്നെ അറിയാം ഇത് എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ്, രാഷ്ട്രീയ കക്ഷികളും സർക്കാരും മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. അതുതന്നെയാണ് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാൽപ്പാറ മേഖലയിലൊക്കെ നേരത്തെ വന്യജീവി ആക്രമണം വലിയ തോതിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമല്ല. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വന്യജീവികളുടെ എണ്ണം പെരുകുന്നതാണോ അതോ മനുഷ്യന്റെ ഈ വനം കയ്യേറിയുള്ള മറ്റെന്തെങ്കിലും ഇടപെടലാണോ? എന്താണ് ഇത്തരത്തിൽ ഈ പ്രശ്നം ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി വരാനുണ്ടായ ഒരു കാര്യം? ഇതിനൊക്കെ ഒരു കണക്കെടുക്കേണ്ട അത്യാവശ്യം തന്നെയല്ലേ? അല്ല, കണക്കുണ്ട്. നമ്മുടെ ഈ വന്യജീവികൾ ഇവരുടെ കയ്യിലിരിക്കുന്ന കണക്ക് ഇപ്പൊ മലയാളം ഇത്ര എണ്ണം 36,000 എണ്ണം എന്നൊക്കെ ഉള്ള കണക്കുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള കണക്കുകളാണ്. അത് ഈ മലയാള നാണ്യം വെച്ച് എണ്ണിത്തിട്ടപ്പെടുത്താനോ കുറുനരികളെ എണ്ണിത്തിട്ടപ്പെടുത്താനോ ഒന്നും പറ്റില്ല. പക്ഷെ ആപേക്ഷികമായിട്ട് ഈ പുലിയുടെ സെൻസസ് ഒക്കെ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. കടുവയുടെ സെൻസസ് 73 തൊട്ടുണ്ട്. പ്രൊജക്ട് ടൈഗർ തുടങ്ങുമ്പോൾ തൊട്ട് അതിന് തൊട്ട് മുമ്പേ ഇതിന്റെ സെൻസസ് എടുത്തിട്ടാണ് ഇതിപ്പോ അന്ന് ഏകദേശം 2000 ചില്ലാനും ഈ കടുവകളാണ് ഇന്ത്യ
മൊത്തം ഉണ്ടായിരുന്നത്. അതിപ്പോ ഡബിൾ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3600 ടൈഗറാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് ആ 3000 ഇതേ സമയത്ത് തന്നെ 3600 ടൈഗേഴ്സിനെ പോച്ചിങ് നടത്തിയിട്ടുണ്ട്, അതായത് വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ നേരത്തെ ഒക്കെ ഈ പക്മാർക്ക് നോക്കി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ പാരീസ് അതിന്റെ വഴിയിലിട്ടിട്ടായിരുന്നു ഇതിന്റെയൊക്കെ എണ്ണം തിട്ടപ്പെടുത്തിയിരുന്നത്. അതൊന്നും ആരെങ്കിലും ഒരു എക്സ്പേർട്ട് പറയുന്നത് അനുസരിച്ച് നമുക്ക് നീങ്ങാനേ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ക്യാമറ ട്രാപ്പിൽ കൂടിയാണ് കടുവയും പുലിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിന്റെ ആ സ്ട്രിപ്സ് ഉണ്ടല്ലോ, ഡോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം എല്ലാം മിക്ക കടുവകൾക്കും തന്നെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ കേരളത്തില് പുലികളുടെ എണ്ണം കുറഞ്ഞു, കടുവകളുടെ എണ്ണം ഏകദേശം 10-25 ആണ് കൂടിയിരിക്കുന്നത്. അതിന് ഈ കാലയളവ് 2022 സെൻസസ് അതിനുശേഷം ഇവർ കൊന്നൊടുക്കിയേക്കുന്ന അതിൽ കൂടുതലുണ്ട്. ഏകദേശം 40ഓളം കടുവകൾ കേരളത്തിൽ മരിച്ചു വീണിട്ടുണ്ട്. ആനകളുടെ കാര്യത്തിലാണെങ്കിൽ 7590 ആനകൾ 2011 2023 സെൻസസ് പ്രകാരം അത് വെറും 2346 മാത്രമാണ്. അതായത് ഭീകരമായിട്ടുള്ള കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ആനകളുടെ എണ്ണം കൂടിയിട്ടില്ല, അത് ഏകദേശം ഭീകരമായിട്ട് കുറഞ്ഞു. 2000 ചില്ലാനും ആനകളുള്ളൂ. 7500 നിന്നാണ് ഇത് താഴത്തേക്ക് 5000 കൂടുതൽ ആനകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. അതിനകത്ത് 850ഓളം ആനകളാണ് ഇവരുടെ കണക്കിൽ മരിച്ചു എന്നുള്ളൂ. ബാക്കിയുള്ള ആനകൾ എവിടെ പോയി എന്നുള്ളതിന് ഇവർക്ക് കണക്കില്ല. അത് വേട്ടയാടപ്പെട്ടേക്കുന്നത്, അത് ഈ സർക്കാരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞിട്ട് വേട്ടയാടപ്പെട്ടേക്കുന്നത്. അപ്പോ ഈ പുലിയുടെ എണ്ണം കേരളത്തിൽ കുറയുകയാണ് ചെയ്തത്. 2018 അപേക്ഷിച്ച് ഇങ്ങോട്ട് 10, 70, 80 പുലികൾ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പുലി ഇവിടെ കേരളത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇവിടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വാൽപ്പാറയ്ക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് ബന്ദിപ്പൂരിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പുലിയും കടുവയൊക്കെ പെട്ടെന്ന് നീങ്ങി പോകുന്ന ജീവികളാണ്. ആന അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്രയും ജീവികൾ എണ്ണം കൂടിയിരിക്കുന്നത് എന്റെ കണക്കും പ്രകാരം ഈ മയിലാണ് എണ്ണം കൂടിയിരിക്കുന്നത്. മയിലിന്റെ പ്രിഡേറ്റർ, അതായത് എക്സ്പ്രിഡേറ്റർ എന്ന് പറയുന്ന കുറുക്കൻ മുതലായ ജീവികൾ, കീരി മുതലായ ജീവികളുടെ എണ്ണം ഭീകരമായിട്ട് കുറഞ്ഞത്, പാമ്പ്, ഇതിന്റെയൊക്കെ എണ്ണം ഭീകരമായിട്ട് കുറഞ്ഞുകൊണ്ടാണ് ഈ മയിലിന്റെ എണ്ണം കൂടാൻ. അല്ലാതെ ഇതിനകത്ത് എണ്ണം ബാക്കിയല്ല. അതായത് ഇപ്പൊ നമ്മൾ നേരിടുന്ന ജീവികളിൽ ഒരു ചെറിയ ഭീഷണി നേരിടുന്ന ഒരു ജീവി തന്നെയാണ് മയിൽ. ഈ മയിലിന്റെ എക്സ്പ്രിഡേറ്റർ ഇല്ല, അതിന്റെ മുട്ടകളൊന്നും വിരിയാൻ പാടില്ല. ഇപ്പൊ നിങ്ങളൊക്കെ വീടുകളിൽ കോഴിയുണ്ട്, താറാവൊക്കെ സാധാരണ പണ്ടത്തെ ഫാം രീതിയിലല്ല, സാധാരണ രീതിയിൽ വളർത്തുന്ന ആ മുട്ടകൾ മുഴുവൻ വിരിഞ്ഞിറങ്ങി എല്ലാ മുട്ടകളും വീണ്ടും വിരിയിച്ചു കഴിഞ്ഞ് ആ ജീവികൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രിഡേറ്റർ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആ പ്രിഡേറ്റർ ചെയിൻ ആണ് പൊട്ടിയിരിക്കുന്നത്. കുറുക്കൻ